ക്ലാസ് 1 ക്ലാസ് 2 എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും നോക്കി എന്ന് വിചാരിക്കുന്നു. അതിൽ ഹോംവർക്കൊക്കെ തന്നിട്ടുണ്ട്. അപ്പം തന്നെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുന്നേ ഉള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ്. അത് കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആവാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ മാത്സിൽ എങ്ങനെയെങ്കിലും ജയിക്കാനായിട്ട്, എങ്ങനെയെങ്കിലും അല്ല, ഒരു നല്ല മാർക്കോടെ ജയിക്കാനായിട്ട് അവരും ശ്രമിക്കട്ടെ. ഓക്കെ, അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്തായാലും നോക്കണം കേട്ടോ. അപ്പോൾ ഇക്വാലിറ്റി ഓഫ് മാട്രിസസ് ഇനി ജയിച്ചില്ല, അല്ലെങ്കിൽ ഇനി പറ്റിയില്ല, ഇനിയൊരു ചാൻസ് നമുക്ക് അടുത്ത കൊല്ലൊക്കെ ആയിരിക്കും കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ഒരു ചാൻസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇക്വാലിറ്റി ഓഫ് മാട്രിസസ് ആണ് നമ്മൾ പഠിക്കാൻ പോണേ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. രണ്ട് മാട്രിക്സസ് ഈക്വൽ ആണെന്ന് വിചാരിക്കാം. അപ്പൊ അതിലെ സെയിം ഓർഡറിൽ വരുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് എന്തെന്നായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദേ ആർ ഓഫ് ദ സെയിം ഓർഡർ ആൻഡ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ. അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുമ്പത്തെ കോൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ ഒക്കെ നമ്മൾ ചെയ്തത്, അഡീഷൻ ഒക്കെ എന്താണ്, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി എന്റെ വേണ്ടി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾക്ക് അത് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എ സ്ക്വയർ എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അതറിയണം. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ആണ്. എ ഇൻറ്റു എ ആണ്. അപ്പൊ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു എ ആണ്. അത് അറിയാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാം അല്ലെ? ഇപ്പോ മനസ്സിലായില്ലേ? എ ഇൻറ്റു എ ആണ്. അപ്പൊ ഇവിടെ ഗീവൻ എ നമുക്ക് തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ വേണ്ടത് എ സ്ക്വയർ ആണ്. അപ്പൊ എ സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു എ എന്ന് എഴുതി. എ എന്താണ് എന്നുള്ളത് എടുത്തെഴുതി. എ എന്ന് പറഞ്ഞാൽ 3,1,1,2 ആയിരുന്നു, -1,2 ആയിരുന്നു കേട്ടോ. അതുപോലെ 3,1 -1,2 എന്ന് എഴുതി. ഇതുവരെ ഓക്കെ ആണോ? ഇനി നമ്മൾ എന്താ ചെയ്യാറ്? ഫസ്റ്റ് റോ സെലക്ട് ചെയ്യും. എന്നിട്ട് ആദ്യത്തെ മെട്രിക്സിലെ ഫസ്റ്റ് റോ സെലക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ മെട്രിക്സിലെ കോളംസ് മാറിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലേക്കാണ്, അങ്ങനെയാണ് പോവാറ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ റോയിലെ ഫസ്റ്റ് എലമെന്റ് 3 ആയതുകൊണ്ട് ഇതിലെ സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിലെ ആദ്യത്തെ എലമെന്റ് 3 ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഇവരെ രണ്ടാളേനും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലെ ആദ്യത്തെ എലമെന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ എലമെന്റ് 1 ആണ്. ഇതിലെ രണ്ടാമത്തെ എലമെന്റ് ഏതാണ്? -1 ആണ്. അതും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. കിട്ടിയോ? കിട്ടി. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഓക്കെ ആയി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിക്ക് ഇതേപോലെ റോ തന്നെ ആണ്. ആ റോ തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഫസ്റ്റ് കോളം ചെയ്തതുപോലെ സെക്കൻഡ് കോളാണ് ചെയ്യാൻ പോണേ. അപ്പൊ ഇതില് ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെന്റ് 3 ആണ്. സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റത്തെ എലമെന്റ് 1 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് 1 ഉണ്ട്. ഇവിടെയോ സെക്കൻഡ് എലമെന്റ് ഏതാ? 2 ആണ്. 1ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യാം. ഒപ്പം തന്നെ ഒരു പ്ലസ് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി ഇതേപോലെ നമ്മൾ ഇപ്പൊ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇവിടെ ഫസ്റ്റ് റോ സെലക്ട് ചെയ്യുന്നതിന് പകരം സെക്കൻഡ് റോ സെലക്ട് ചെയ്യാം. സെക്കൻഡ് റോയിലെ ആദ്യത്തെ എലമെന്റ് ഏതാ? -1 ആണ്. അപ്പൊ -1 എഴുതുക. ഇനി സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് ഏതാ? 2 ആണ്. അപ്പൊ 2 എഴുതുക. ശരിയാണല്ലോ. ഇനി ഇവിടെ 3 ഇങ്ങോട്ട് ഇറക്കിയിടുക, -1 ഇറക്കിയിടുക. കഴിഞ്ഞു. സിമ്പിൾ. അടുത്തത് ഇതേപോലെ സെക്കൻഡ് റോ തന്നെ, സെക്കൻഡ് റോയിൽ ഫസ്റ്റത്തെ എലമെന്റ് 1 ആണ്. എന്ത് 1? -1 ആണ്. ഈ 1 ഇറക്കിയിടുക. അടുത്തത് സെക്കൻഡ് എലമെന്റ് 2 ആണ്. സെക്കൻഡ് റോയിൽ സെക്കൻഡ് എലമെന്റ് 2 ആണ്. ഈ 2 ഇറക്കിയിടുക. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഫോളോ ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തോളാൻ, ഇങ്ങനെ ചെയ്തോളൂ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രശ്നമില്ല എന്നുള്ളത് പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതും കിട്ടിയതാണ്. ഇനി ഇത് 3 × 3 9 ആണ്. 1 × -1 അല്ലേ? അപ്പൊ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞു. കേട്ടല്ലോ. ഇനി അടുത്തത് 3 × 1 3 ആണ്. 2 × 1 അല്ലെങ്കിൽ 1 × 2 2 ആണ്. അതും ചെയ്ത് കഴിഞ്ഞു. അവിടെയൊക്കെ പ്ലസ് ഉണ്ട്, മൈനസ് ആണോ, എന്താ ഓപ്പറേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി പോവുക. പ്ലസ് മൈനസ് ആവുന്ന എങ്ങനെയാ? പ്ലസും മൈനസും ഒരുമിച്ച് വരുന്ന സമയത്ത് അത് മൈനസ് ആണ്. ഓക്കെ,
ശരി, ഇനി അടുത്തത് ഇതൊക്കെ നമുക്ക് സാധാരണ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി -1 × 3 എന്താ? -3 ആണ് അല്ലേ? -1 × 3 -3. ഇനി അടുത്തത് 2 × -1 എന്താ? -2 ആണ്. അടുത്തത് -1 × 1 എന്താ? -1 ആണ്. 2 × 2 എന്താ? 4. ഇനി ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചതൊക്കെ എന്ത് ചെയ്യാനുള്ളതാണ്? സോൾവ് ചെയ്യാനുള്ളതാണ്. അപ്പൊ 9 - 1 8, 3 + 2 5. ഈ ടിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും എവിടെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ടിക്ക് പറഞ്ഞത്. എക്സാം പേപ്പറിൽ ഇത് എനിക്ക് കിട്ടി ടിക്ക് അങ്ങനെ ചെയ്തു വെക്കരുത്, തെറ്റാണ്. ജസ്റ്റ് ഫൺ ആയിട്ട് പറഞ്ഞതല്ല, കാര്യമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അടുത്തത് ഇവിടെ -3 -2 ഉണ്ട്. മൈനസും മൈനസും പ്ലസ്, അപ്പൊ പ്ലസ് ചെയ്തിട്ട് വലിയ സൈൻ ഇതാ -5. അടുത്തത് -1 + 4 -3. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ ഇതിലത്തെ അടുത്തതിലേക്ക് പോവാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് a² എന്തൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് a² കണ്ടുപിടിച്ചു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ k ആണ് കാണേണ്ടത്. എന്ത് k? സ്മോൾ ലെറ്റർ k ആണ് കാണേണ്ടത് കേട്ടാ. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? a² = ka - 7i എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പൊ അതിൽ നോക്കുമ്പോ ka അറിയില്ല, പക്ഷെ a² അറിയാം, 7i അറിയില്ല. അപ്പോഴും a² മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ കെയും 7i ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അതൊക്കെ ഭയങ്കര ഈസിയാണ്. അത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഭയങ്കര ഈസിയാണ്. അപ്പൊ ഈ കെനെ ഉള്ളിക്കെടുക്കുക, അത്രേ പറ്റും. അപ്പൊ ഉള്ളിക്കെടുക്കുമ്പോൾ 3 അവിടെ 3k, പിന്നെ ഇയാളെ ഇങ്ങോട്ട് വരുമ്പോ 1k, ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ -1k, ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ 2k. അപ്പൊ അത് കിട്ടി കഴിഞ്ഞു. ഇനി അടുത്തത് 7i ആണ്. 7i വരുമ്പോ അവിടെ എന്താ വരിക? i എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കി വെക്കുക. i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽസ് ഇല്ലേ. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ 2x2 മാട്രിക്സ് വന്നു. അപ്പൊ നമുക്ക് എന്താ പഠിച്ചേ? 2 റോയും 2 കോളവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ടാവും? 4 എലമെന്റ്സ് ഉണ്ടാവും. അതിൽ ഡയഗണൽ ഉണ്ടാവില്ലേ? ഈ ഡയഗണലിൽ എപ്പോഴും എന്തെന്നെ ആയിരിക്കും? 1 ആയിരിക്കും ഡയഗണലിന്റെ പ്ലേസിൽ, ബാക്കിയുള്ളതൊക്കെ 0. ഇതിനെയാണ് i ഉദ്ദേശിക്കുന്നത്, 2x2 i. ഇനി 3x3 വരുമ്പോ ഇതേപോലെ തന്നെ 3x3 വരികയാണെന്ന് വിചാരിക്കുക. എനിക്ക് അങ്ങനെ വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ആദ്യം എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. ശരിയാണല്ലോ, എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കും. എത്ര വരും? 1 2 3 4 5 6 7 8 9. അങ്ങനെയൊക്കെ എന്തിനാ ചെയ്യണേ? 3 × 3 ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് എത്ര ഹൗ മെനി നമ്പർ ഓഫ് എലമെന്റ്സ്, അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്, നമ്പർ ഓഫ് എലമെന്റ്സ് കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇത് ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു പോയി എന്ന് മാത്രം, എളുപ്പമല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇത്ര അറേസ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇതിൽ ഡയഗണൽ നോക്കുക. ആ ഡയഗണലിന്റെ അവിടെയൊക്കെ എന്ത് വരും? 1. ഡയഗണലൊക്കെ എന്ത് വരും? 1. ബാക്കിയുള്ളതൊക്കെ 0. കണ്ടോ, ഇങ്ങനെ ഒരു മാട്രിക്സ്. അപ്പൊ ഇവിടെ 1 2 3 4 5 6 1 2 3 എന്ന് പറയുന്ന റോസ് ഉണ്ടാവും, 1 2 3 എന്ന് പറയുന്ന കോളും ഉണ്ടാവും. ആ ഫ്ലോയിൽ അങ്ങ് പോയതാണ്, സ്പീഡായി പോയതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് i എന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പൊ ഈ 3x3 ഒക്കെ എന്നെ പൊതുവെ ചോദിക്കാറുള്ളൂ, അതുവരെ ചോദിക്കുള്ളൂ. അപ്പൊ ഈ 2 പഠിച്ചു വെക്കാം. 2x2 എങ്ങനെയായി എഴുതുക, 3x3 എങ്ങനെയായി എഴുതുക, എഴുതി വെക്കുക, എഴുതി തന്നെ പഠിക്കുക. അപ്പൊ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ലാംഗ്വേജ് എന്താണോ ആ രീതിയിൽ എഴുതി വെക്കുക. നിങ്ങൾക്കാണ് പഠിക്കേണ്ടത്. നിങ്ങളുടെ ലാംഗ്വേജ് എന്താണെന്ന് നിങ്ങൾക്ക് നന്നാവണ്ണം അറിയാം കേട്ടോ. അപ്പോ 7i എന്താണ്? i എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2x2 ഡയഗണലിന്റെ അവിടെയൊക്കെ എന്ത് വരും? 1 വരും. ഇനി എന്ത് ചെയ്യാൻ? മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ലേ? 7 × 1 7, 7 × 0 0, ഇനി 7 × 0 0, 7 × 1 7. അങ്ങനെ ഇത് കിട്ടി. ഇനി ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് a² = ka - 7i എന്നാ. അപ്പൊ അതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇനി വേണ്ടൂ. അപ്പൊ അത് ഇത് a² ആണ്, ഇത് ka ആണ്, ഇത് 7i ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പക്ഷെ ഇവിടെ വരുമ്പോ ഒരു ഓപ്പറേഷൻ കാണാനുണ്ട് അല്ലേ? എന്താ ഓപ്പറേഷൻ? അത് മൈനസ്. ഇവിടെ നമുക്ക് മൈനസ് ചെയ്യാനുണ്ട്.
അപ്പോൾ മൈനസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്തത് ചെയ്യേണ്ടത്. അപ്പൊ ഏതൊക്കെയാണ് മൈനസ് ചെയ്യേണ്ടത്? ഈ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ ഒരു എലമെന്റ് ഉണ്ട്, അത് 3k ആണ്. അപ്പൊ 3kയും ഈ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ ഒരു എലമെന്റ് ഉണ്ട്, അത് 7 ആണ്, അതും കൂടി മൈനസ് ചെയ്യുക. അതുപോലെ ഈ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിൽ ഒരു എലമെന്റ് ഉണ്ട്, അത് ആരാണ്? k ആണ്. ഈ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിൽ ഒരു എലമെന്റ് ഉണ്ട്, അത് ആരാണ്? 0 ആണ്. അപ്പൊ അത് മൈനസ് ചെയ്യുക. അതേപോലെ ഇതിൽ ഫസ്റ്റ് ആരാണ്? -k ആണ്. ഇതിൽ ഫസ്റ്റ് ഏതാണ്? 0 ആണ്. ഈ റോയില് സെക്കൻഡ് ആരാണ്? 2k ആണ്. ഈ റോയില് ആരാണ്? 7. അതും മൈനസ് ചെയ്യുക. അങ്ങനെ നമ്മൾ മൈനസ് ചെയ്യാനൊക്കെ പഠിച്ചതാണ്. എന്നാലും വീണ്ടും വീണ്ടും ഓർത്തെടുക്കുക അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് ക്ലാസ് എടുക്കുന്ന ആളുടെ ചുമതലയായതുകൊണ്ട് നിങ്ങൾ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി കിട്ടണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അങ്ങനെയും കൂടിയാണ് ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ അത് എന്ത് ചെയ്തു കഴിഞ്ഞു. ചെയ്തു നോക്കിയാൽ തന്നെയാണ് കിട്ടുള്ളൂ. ചെയ്യാതെ അയ്യോതൊന്നും മനസ്സിലായില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ചെയ്തു നോക്കുക, ബുക്ക് എടുക്കുക, അത് ചെയ്തു നോക്കുക. ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടില്ല. ചെയ്തിട്ട് വീണ്ടും കിട്ടിയില്ലെങ്കിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങളുടെ പാരന്റ്സിനോട് പറയുക, എനിക്കത് കിട്ടുന്നില്ല, ഈ വീഡിയോ ഒന്ന് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചേച്ചി, അനിയത്തി, ആരെങ്കിലും സിബ്ലിംഗ് ആരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നവരുണ്ടാവും. അപ്പൊ അവരോട് ചോദിച്ചിട്ടോ പഠിക്കുക. അപ്പൊ നമുക്കാണ് ആവശ്യമുള്ളത് അല്ലെ? മറ്റുള്ളവർക്ക് അത് ആവശ്യമുണ്ടോ? നമ്മൾ ജയിക്കണോ വേണ്ടതെന്നുള്ളത് പാരന്റ്സിന് ആവശ്യം ഉണ്ടാവും. നമ്മളെക്ക് വേണ്ടപ്പെട്ടവർക്ക് ആവശ്യം ഉണ്ടാവും, അല്ലാത്തവർക്കൊന്നും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നമ്മള് തന്നെ നോക്കാം. ഓക്കെ, അവർക്ക് കുറെയൊക്കെ നിർബന്ധിക്കും, നമുക്ക് പറ്റിയില്ലെങ്കിൽ അവര് പിന്നീട് അവർക്ക് പറ്റണ പോലെ നമ്മൾ പറ്റണ പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ ചെയ്യൂ. ഇതിൽ നോക്കുമ്പോൾ ഇത് രണ്ടും എന്താണ്? ഈക്വലാ പറഞ്ഞു അല്ലെ? ഇതിപ്പോൾ ഓർഡർ നോക്കുക. അപ്പൊ ഇതില് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പൊ ഇതിൽ ഏത് എലമെന്റ് വന്നത്? 3k - 7ഉം 8ഉം. അപ്പൊ അത് രണ്ടും എന്താന്നാ പറഞ്ഞേ? കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓർഡറിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെന്റ്സ് ആണ്. അപ്പൊ അത് രണ്ടും എന്താന്ന് പറഞ്ഞു നമ്മള്? ഈക്വൽ ആണ്. അതാണ് ഈക്വാലിറ്റി ഓഫ് മാട്രിക്സിൽ പറഞ്ഞേ. ഇനി നമുക്ക് കാണേണ്ടത് k ആയിരുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കണോ? k ആണ് നമുക്ക് കാണേണ്ടത് കേട്ടോ. അപ്പൊ ആ രീതിയിൽ k കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പൊ k കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ k കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്തു? ഇക്വേറ്റ് ചെയ്തു. ശരിയാണോ? ശരി. അപ്പൊ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ k കിട്ടണമെങ്കിൽ 3k ഇവിടെ നിർത്തണ്ടേ? ഈ 3k ഇവിടെ നിർത്തുക. 3k = എന്ത് വരും? 8 + 7. 8 + 7 എന്ന് വരും. 3k = 8 + 7 എന്താ? 15. 8 + 7 15 ആണ്. അപ്പൊ അങ്ങനെയും വരും. ഇനി 3k = 15 വന്നാൽ k കിട്ടിയിട്ടില്ല. അപ്പൊ k കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 15 ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, സെയിം കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചതാണ്. ആ രീതിയിൽ ചെയ്താൽ മതി. നമുക്ക് ഓപ്പറേഷൻ ഒക്കെ അറിയണതാണ്, പ്ലസ് മൈനസ് ചെയ്യാനൊക്കെ അറിയുന്നതാണ്. പ്ലസ് 1 അല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ 3k എന്ന് പറയുമ്പോൾ = 15, k = ഈ 3 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ഡിവിഷൻ ആയിട്ട് വരും അല്ലെ? 15/3 5. അപ്പൊ k = 5 ആണ് കിട്ടുന്നത്. ഇപ്പൊ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കൺസിഡർ ദി മെട്രിക്സ് A = 3 - 2 4 - 2. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞ പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സെയിം രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുള്ളൂ. A സ്ക്വയർ എന്ന് പറഞ്ഞാൽ A × A ആണ്. A എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. A അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, A × A എന്ന് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് A² എന്ന് പറയുന്നത് 1 - 2 4 - 4 എന്ന് കിട്ടും. അതെങ്ങനെ ചെയ്തത് എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് ഓടിച്ച് വിട്ടുതരാം. ഓടിച്ച് പറയുന്നുണ്ട്. ഈ റോ സെലക്ട് ചെയ്യും അല്ലേ? എന്നിട്ട് കോളം മാറിയിട്ട് സോൾവ് ചെയ്യും. അപ്പൊ ആദ്യം 3 × 3, അതുപോലെ -2 × 4, അതുപോലെ 3 × -2, -2 × -2. അങ്ങനെ നമ്മൾ ചെയ്യും. ആദ്യത്തെ സെക്ഷൻ അവിടെ അവസാനിച്ചു. ഇനി രണ്ടാമത്തേതിൽ നോക്കുമ്പോൾ രണ്ടാമത്തേതിൽ എന്താ ചെയ്യുക? രണ്ടാമത്തെ റോ സെലക്ട് ചെയ്യും അല്ലെ? രണ്ടാമത്തെ റോ ഒന്ന് ഫസ്റ്റത്തെ കഴിഞ്ഞിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. ശരിയായല്ലോ? അത് കഴിഞ്ഞിട്ട് ഇയാളെയും പിന്നെ ഇയാളെയും മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ അത് സോൾവ് ചെയ്യും. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടും? അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ട് 3 × 3 9
പിന്നെ -2 × 4 -8, -2 × 3 -6, മൈനസും പ്ലസ് ആയതുകൊണ്ട് +4, മൈനസ് വന്നാൽ പ്ലസ്, അപ്പോൾ +2 × 2 4 കിട്ടും. അത് കഴിഞ്ഞിട്ട് 4 × 3 12 ആണ്. -2 × 4 -8, 4 × -2 -8 ആണ്. വീണ്ടും മൈനസും പ്ലസ് ആവുന്നു. 2 × 2 4. അങ്ങനെ ഇനി ഇത് ഓപ്പറേറ്റ് ചെയ്യുക. 9 - 8 1, -6 + 4 -2, 12 - 8 4, -8 + 4 -4. അങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യുക. ഇനി നമുക്ക് കിട്ടേണ്ടത് k ആണ്. അപ്പൊ k കിട്ടണമെങ്കിൽ ഏത് ഇക്വേഷൻ കൊടുക്കണം എന്നുള്ളതും അവർ പറഞ്ഞിട്ടുണ്ട്. സെയിം ഇവിടെ ചെറിയ മാറ്റം, ഇവിടെ 7i ഒക്കെ ആയിരുന്നു, അത് മാറ്റി, മെട്രിക്സും മാറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, നമ്പേഴ്സും മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പൊ ഓപ്പറേഷനൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ k കണ്ടുപിടിക്കണം, 2i കണ്ടുപിടിക്കണം, അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നോക്കേണ്ടത് ഇവിടെ a² ആയി, 7 ka ആയി, അതുപോലെ 2i ആയി. ഇതിൽ നോക്കേണ്ടത് മൈനസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മൈനസ് ചെയ്യാം, ഇയാളെ മൈനസ് ചെയ്യാം, ഇയാളെ മൈനസ് ചെയ്യാം, ഇയാളെ മൈനസ് ചെയ്യാം. കാരണം കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെയിം ഓർഡറിൽ വരുന്ന എലമെന്റ്സ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുക, അതിന് സെയിം ഓർഡറിൽ ഒരേ രീതിയിൽ അറയിൽ വരുന്നത് ഏതാണ് എന്ന് നോക്കിയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ വരയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, വരയ്ക്കണ്ട. അതാണ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് നമ്മുടെ ബ്രെയിനിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ വരയ്ക്കുകയാണെങ്കിൽ തന്നെ പെൻസിൽ കൊണ്ട് സെറ്റ് ചെയ്യാം, എന്നിട്ട് അത് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം സോൾവ് ചെയ്യണമെന്നില്ല കേട്ടോ. എല്ലായിടത്തും ആര് വന്നിട്ടുണ്ട്? k വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അതും k ആണ്, k അതിലുണ്ട്. പിന്നെ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്, അവിടെയും k ഉണ്ട്. പക്ഷേ നമ്പേഴ്സ് വരാത്ത രീതിയിൽ ഇപ്പൊ ഒരു 3k - 2 = 1 എന്ന് എഴുതുന്നതാണോ, ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് k കാണുന്നതാണോ, -2k = -2 ഇത് സോൾവ് ചെയ്യുന്നതാണ് എളുപ്പം? യെസ്, ഉറപ്പായിട്ടും ഇത് സോൾവ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ ഇത് സോൾവ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പൊ ഞാനിവിടെ നമ്മൾ എളുപ്പത്തിന് പൊതുവെ എല്ലാവർക്കും എളുപ്പമാവുന്ന രീതിയിൽ ഇത് എളുപ്പം എന്ന് വിചാരിച്ചിട്ട് ഇത് ചോദിച്ചിട്ട് ചെയ്യാണ്. ഓക്കെ, അത് k = എന്ത് വരും? 1. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്തതിലേക്ക് പോവാം. അടുത്തതില് എക്സും വൈ കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദി എക്സും വൈ. അപ്പൊ ഇത്ര നേരം k കാണാനും ഒക്കെ ചെറിയൊരു ഒറ്റ വേരിയബിൾ കാണാനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഇനി കാണേണ്ടത് 2 വേരിയബിൾ വരുന്നതാണ്. അപ്പൊ ഇത്തിരി കുറച്ചും കൂടി ഒന്ന് ഡിഫിക്കൽട്ടി വരും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് എന്ന് നോക്കുക. ഈ ഒരെണ്ണം അവർ തന്നതാണ് കേട്ടോ, മെട്രിക്സ് അവർ തന്നതാണ്. അപ്പൊ ഇതിൽ നോക്കുമ്പോ ഒരാൾ മാത്രം പുറത്തിരിക്കണം. അതാരാണ്? a ആണ്. നീ എന്തിനാണ് പുറത്തിരിക്കണേ? നിന്നെ ഉള്ളി കയറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളി കൊണ്ടുപോകണം. അപ്പൊ ax, അതുപോലെ a5 എന്ന് പറയുമ്പോൾ ഒരു അസൂയ എഴുതുമ്പോ അല്ലെ. അപ്പൊ 5 എന്ന് എഴുതാം, നമ്പർ ആദ്യം എഴുതാം. പിന്നെ നിങ്ങളുടെ നമ്പർ ഒന്നും എന്റെ കയ്യിൽ വേണ്ട എന്നുള്ള പോലെ. അപ്പൊ 7a എഴുതാം. അതുപോലെ ഇത് y -3 × a എന്നാണ്. ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഈ 3യും aയും ഇൻറ്റു ചെയ്യണം എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, ഇതൊരു ടേം ആണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് കിട്ടുക. അപ്പൊ അത് ഭംഗിയുണ്ട്, കണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് y -3 × a ഇങ്ങനെയും എഴുതാം. അപ്പോ എന്ത് ചെയ്യും? -3 × a ചെയ്യും. ഇനി അതല്ല, എങ്ങനെയും എഴുതാം, a × y -3. അപ്പോ എയും വൈയും ഇൻറ്റു ചെയ്യാനൊക്കെ തോന്നും. അപ്പൊ അങ്ങനെ എഴുതാൻ പാടോ? ഇല്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം a y -3 ഉണ്ട്, ഇനി ഇൻറ്റു a. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയില്ല ഏതാ ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതൊരു ടേം ആയതുകൊണ്ട്, ഇതൊരു ഒറ്റ ആളായതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതാം. കഴിഞ്ഞു. ഇനി അതുവരെ ഓക്കെ എന്ന് വിചാരിക്കണം. ഏനെ ഉള്ളിലേക്ക് എടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് പ്ലസ് ചെയ്യാനുണ്ട്, കണ്ടോ? പ്ലസ് ചെയ്യാനുണ്ട്. അപ്പൊ പ്ലസ് ചെയ്യാം. അപ്പൊ ax-ഉം 3യും ഒരേ കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഓർഡറിൽ വരുന്ന കാരണം ax + 3 എന്ന് എഴുതാം. അതുപോലെ 5a-യും
-4 ഉണ്ട്. അപ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ -4 തന്നെ വരും. അപ്പോൾ 5a -4 ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈക്വൽ ഈ സെയിം ആളെ തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതി, വേറെ ഒന്നുമില്ല കേട്ടാ. ഇനി അടുത്തത് ഇവിടെ ചെയ്യേണ്ട മാറ്റം വരുന്നത് 7a ഉണ്ട്, ഇവിടെ 1 ആണ്. അപ്പൊ അത് 7a + 1 എന്ന് എഴുതാം. ഇനി a × y - 3 ഉണ്ട്, അതുപോലെ 2 ഉണ്ട്. അപ്പൊ പ്ലസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ +2 എന്ന് എഴുതാം. ശരി, ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പില് ഇനി ഞാനൊന്ന് നോക്കണ്ട, നന്നായിട്ട് ആലോചിച്ചു. വളരെ എളുപ്പമാണെന്ന് ചോദിച്ചാൽ എളുപ്പമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതും ഒരൊറ്റ വേരിയബിൾ വരുന്നത്. അപ്പൊ ആദ്യം നോക്കുക ഏതൊക്കെ ആയിരിക്കും ഈക്വൽ ആവുക നോക്കാം. ഇത് രണ്ടും ഈക്വലാണ്, ഇത് രണ്ടും എന്താണ് ഈക്വലാണ്. ഇത് രണ്ടും ഈ ഒരെണ്ണം ഇതിലെ ഫസ്റ്റ് എലമെന്റും 7ഉം ഈക്വലാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. പക്ഷെ അവിടെ രണ്ടാൾ വരുന്നുണ്ട്. നമുക്ക് എക്സും അറിയില്ല, എയും അറിയില്ല. അപ്പൊ അത് എടുക്കാതിരിക്കാൻ നോക്കാം. ഓക്കെ, ആദ്യം തന്നെ അത് ഓടിപ്പോയിട്ട് എടുക്കരുത്. അപ്പൊ അത് നമുക്ക് കിട്ടില്ല. ഒരു വേരിയബിൾ വരുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണേ. വരുന്നില്ലാത്ത കേസും ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഇനി അടുത്തത് നോക്കി ചെക്ക് ചെയ്യുക. ഒരൊറ്റ വേരിയബിൾ വരുന്നുണ്ട് അല്ലെ, ഏതായത് 5a - 4 = 6. അപ്പൊ അതാണ് ഞാൻ എന്ത് ചെയ്തത്, ആദ്യം എടുക്കേണ്ടത്. എന്നാലും നമുക്ക് a കിട്ടുള്ളൂ. അവിടെ ഒരൊറ്റ a ആണ്, ഒരു ഒറ്റ വേരിയബിൾ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് എനിക്ക് എന്ത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും, a സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ ഓടിപ്പോയിട്ട് xa + 3 = 7 എഴുതി വെച്ചുകൊണ്ടും കാര്യമില്ല. വെറുതെ എഴുതി വെക്കാനേ പറ്റുള്ളൂ. നമുക്ക് ആരേനെ അറിയില്ല, എഴുതി വെച്ചുകൊണ്ട് കിട്ടുന്നില്ല, അങ്ങനെ എഴുതി വെക്കാനേ പറ്റുള്ളൂ. നമുക്ക് എന്താ അറിയില്ല, ഇപ്പൊ a അറിയത്തില്ല. അപ്പൊ a കിട്ടാൻ വേണ്ടിയിട്ട് വരുന്ന രീതിയിലാണ് a മാത്രം വരുന്ന, എയുടെ വേരിയബിൾ മാത്രം വരുന്ന ഒരാളെ തന്നെ എഴുതി. ഇതില് ഇത് ഇക്വേറ്റ് ചെയ്തു. അതിൽ നമുക്ക് 5a എന്ന ഒരു ഭാഗത്ത് നിർത്തേണ്ടി വരും. കാരണം a നമുക്ക് അറിയില്ലല്ലോ, a ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ 5a ഒരു ഭാഗത്ത് നിർത്തി 4 ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ 6 + 4 എന്ന് വരും. 5a = 10 എന്ന് വരും. ഇതിലെ a എനിക്കറിയാം, എനിക്കറിയാന്നല്ല, a എനിക്ക് കിട്ടും എപ്പോ ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ. 5 വരുമ്പോ ഡിവിഷൻ അല്ലേ, അപ്പൊ ഡിവിഷൻ. അപ്പൊ a = എന്ത് കിട്ടി, 2. അപ്പൊ a എനിക്ക് കിട്ടിക്കഴിഞ്ഞു കേട്ടോ, a എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ a വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമ്മൾ എഴുതാതെ പോയ ഇക്വേഷനിൽ കൊണ്ടിട്ട് കൊടുക്കും. എഴുതി വെച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഇപ്പൊ ആദ്യത്തേല് a കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചിട്ടേ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ട്രിപ്പില് എന്ത് ചെയ്തു, അത് എഴുതി എന്നിട്ട് a കൊടുത്തു. എയുടെ സ്ഥാനത്ത് 2 കൊടുത്തു. അപ്പൊ നമുക്ക് x2 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാതെ 2x എന്ന് എഴുതി. x2 എന്ന് എഴുതാതെ 2x എന്ന് എഴുതി, കുഴപ്പമില്ലല്ലോ. +3 = 7. എനിക്ക് x അല്ലേ വേണ്ടത്. അപ്പൊ 2x = എന്ന് എഴുതാം. 3നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ 7 - 3 = 4. അപ്പൊ 2x = 4, x = ഈ 2നെ ഡിവിഷൻ ആയിട്ട് വരും. x = 4/2. അപ്പൊ ഇതിൽ നിന്ന് x = എന്ത് കിട്ടി, 2. aയും 2ഉം കിട്ടി, xും കിട്ടി. ഇനി അടുത്ത ഒരു എണ്ണം കൂടി വേണം. അപ്പൊ ഇതിൽ നോക്കുമ്പോ ഇയാളാണ് ഇനി അടുത്തതായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി a കിട്ടി, കാരണം ഇനി നമുക്ക് അത് എഴുതേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് ഇതിൽ നോക്കുമ്പോ aയും y വരുന്നത്. അപ്പൊ അതാ നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ അതാദ്യം അവിടെ എഴുതാം, ഇവിടെ നിന്ന് എടുത്ത് എഴുതാം കേട്ടോ. ആരാണത്, a × y - 3 + 2 = 14. കണ്ടോ, കിട്ടിയിട്ട് അതെങ്ങനെ എഴുതുക. ഇനിയുള്ളത് ഞാൻ നേരെ പറഞ്ഞു പോവേ. അപ്പൊ a × y - 3 + 2 = 14 വരും. ഇനി ഇതിലെ a നെ ജമ്പിക്കുക. അപ്പൊ ay - 3a + 2 = 14 അല്ലേ വരിക. ശരി, ഇനി അടുത്തതിൽ എന്ത് വരും, ഈ a എനിക്ക് അറിയാം. അപ്പൊ a ഇവിടെ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതാ ചെയ്തേ. ഇനി ഇവിടെയും എനിക്ക് a അറിയണം. അപ്പൊ ഇവിടെയും a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3a 3 × a എന്താ 2 അല്ലേ, 3 × 2 + 2 = 14 വരും. എനിക്ക് അറിയാനേ വേണ്ടത് y. അപ്പൊ y-നെ മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തണം. ആദ്യം നമുക്ക് 2a നിർത്താം, ഒറ്റയ്ക്ക് പോയിട്ട് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ആദ്യം ഈ ഇൻറ്റു ചെയ്യാനുള്ളത് ഇൻറ്റു ചെയ്ത് വെക്കുക. അപ്പൊ 3 × 2 ചെയ്യാനുണ്ടായിരുന്നു, ഇവിടെ ചെയ്തു 6. ആ സ്റ്റെപ്പിൽ അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ വരുമ്പോ ഈ -6ഉം 2ഉം ചൂരി സോൾവ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, -4 എന്ന് കിട്ടി. വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല.
ഇനി -4 നമുക്ക് ആവശ്യമില്ല, എടുത്ത് പുറത്തിടുക. ഓക്കെ, അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പൊ എന്ത് വരും? 14 + 4 എന്ന് വരും അല്ലെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 2a ആണ് വേണ്ടത്. 2a = 2a എന്ന് കിട്ടും. ഓക്കെ, 2a = 14 + 4 18 എന്ന് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് 2 ആവശ്യമില്ല, 2 കളയുക. 2 കളയാൻ വേണ്ടിയിട്ട് by 2 ചെയ്യണം അല്ലെ. അപ്പൊ 18/2 ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2y/2 = 18/2 ചെയ്യുമ്പോഴാണ്, അങ്ങനെയാണ് സംഭവം കേട്ടോ. അതാണ് കാര്യം. അപ്പൊ y = എന്ത് കിട്ടും? 9. y = 9 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കൺസിഡർ. കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാണല്ലോ, അതുകൊണ്ടാണ് ഇത്ര നമുക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടാ. കൺസിഡർ ദി മെട്രിക്സസ് a = 1 - 2 - 1 3, b = a b c d. if ab നമുക്ക് തന്നിട്ടുണ്ട്, പക്ഷെ ab = എന്താണെന്നാ തന്നേക്കണേ? 2 9 5 6 എന്നാ. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. എ കാണണം, ബി കാണണം, സി കാണണം, ഡി കാണണം. ഓക്കെ, ഇത് വല്ലാത്ത ചോദ്യം അല്ലേ. നമുക്ക് ആണെങ്കിൽ ഒന്നും അറിയത്തൂല്ല. അപ്പൊ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് അറിയാലോ, കണ്ടുപിടിക്കാം. ഇനി അപ്പൊ അതിനു മുമ്പ് എയും ബിയും തന്നിട്ടുണ്ട്. അപ്പൊ അതിലൊരു കാരണം ഉണ്ടാവുമല്ലോ. എയും ബിയും എന്തിനാവും കണ്ടിട്ട് തന്നിട്ടുണ്ടാവുക? നമുക്ക് എ ബി അറിയണം. എ ബി = എന്താണ്? 2 9 5 6 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ എ ബി എന്താണ് തന്നിട്ടുണ്ടോ? എ ബി എന്തിനോട് ഈക്വലാണെന്ന് തന്നിട്ടുള്ളൂ, എ ബി എന്താണെന്ന് തന്നിട്ടില്ല. അപ്പൊ എ ബി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എയും ബിയും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അത് തന്നേക്കണേ, വേറെ ഒന്നുമില്ല കേട്ടാ. അപ്പൊ നോക്കാം. അപ്പൊ എയുടെ പ്ലേസിൽ എയുടെ വാല്യൂ എയുടെ മെട്രിക്സ് ചെയ്ത, ബിയുടെ പ്ലേസിൽ ബിയുടെ മെട്രിക്സ് ചെയ്ത, എന്നിട്ട് സോൾവ് ചെയ്യുക. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞുതരാം ഒന്നും കൂടി. ആദ്യം റോ എടുക്കുക, കോൾ എടുക്കുക. ഈ റോയിലെ ഫസ്റ്റ് എലമെന്റും ഈ കോളത്തിലെ ഫസ്റ്റ് എലമെന്റും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ റോയിലെ സെക്കൻഡ് എലമെന്റും ഈ കോളത്തിലെ നമ്മൾ എടുത്ത റോയിലെയും കോളത്തിലെയും സെക്കൻഡ് എലമെന്റ് കൂടിയിട്ട് ഇൻഡ് ചെയ്യുക. ഒപ്പം പ്ലസ് ചെയ്യാൻ മറക്കരുതെന്ന് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പം തന്നെ ഇതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ കോളം സെലക്ട് ചെയ്തിട്ട് ഇതിലെ ഫസ്റ്റ് എലമെന്റ് -1 അല്ലേ, സോറി വെറും 1 അല്ലേ, മൈനസ് അല്ല കേട്ടോ, അത് 1 ആണ്. 1ഉം ഇതിൽ ബിയും ആണ് അല്ലേ. അപ്പൊ ബിയും ചെയ്യുക, 1b. അടുത്തത് -2 വെറും d, അപ്പൊ -2d. ഇതേപോലെ റോ എന്ന് മാറ്റി പിടിക്കണം. ഇനി അടുത്തത് റോ മാറ്റി പിടിക്കുമ്പോൾ ഈ റോ വരും, ഇതിൽ കോളം സെയിം. ഇതിൽ ഫസ്റ്റ് വരുന്നത് -1 ആണ്, ഇതിൽ ഫസ്റ്റ് വരുന്നത് a ആണ്. -1a. ഇതിൽ ഫസ്റ്റ് വരുന്നത് സെക്കൻഡ് വരുന്നത് 3 ആണ്. ഇതില് കോളത്തില് സെക്കൻഡ് വരുന്നത് c ആണ്, 3c. ഇനി സെയിം റോ തന്നെ കോളം മാറ്റി പിടിക്കാം. അപ്പൊ ഇതില് ഫസ്റ്റ് വരുന്നത് -1 ആണ്, ഇതില് -1. ഓക്കെ, അപ്പൊ -1 ആണ്, ഇവിടെ b ആണ്, അപ്പൊ -1b. അടുത്ത് ഇതില് വരുന്നത് സെക്കൻഡ് വരുന്നത് 3 ആണ്, ഇതില് സെക്കൻഡ് വരുന്നത് d ആണ്, അപ്പൊ 3d. ശരിയായല്ലോ. ഈ രീതിയിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയുന്നതാണ്. നമ്പേഴ്സ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഒന്ന് കാണിച്ചു, ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇനി എ ബി എന്തിനോട് ഈക്വലാണ്? ഈ മെട്രിക്സിനോട് ഈക്വലാണ്. അപ്പൊ എ ബി നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, ഇതാ എ ബി. അപ്പൊ ഈ മെട്രിക്സിനോട് ഈക്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതണു. വേറെ ഒന്നും ചെയ്യുന്നില്ല, സിമ്പിൾ ആണ്. ഇത് ഈക്വൽ ആണ് എന്നുള്ള രീതിയിൽ എഴുതി. ഇതിൽ നോക്കുമ്പോ എയും 2c കാണാനുണ്ട് അല്ലെ, എയും കാണാനുണ്ട്, സിയും കാണാനുണ്ട്. ഇവിടെ നോക്കുമ്പോ എയും കാണാനുണ്ട്, സിയും കാണാനുണ്ട്. ഇത് ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിലിരിക്കുന്ന ഒരു എലമെന്റ് ആണ്. ഇത് ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിലിരിക്കുന്ന എലമെന്റ് ആണ്. ആരത്? 2. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഇനി എയും സിയും കിട്ടുന്ന വേറെ ആള് ഇതാണ്. ഇത് നോക്കുമ്പോ ഫസ്റ്റ് റോയില് അല്ല ഇരിക്കണേ, അല്ലല്ലോ, അല്ല, ഫസ്റ്റ് സെക്കൻഡ് റോയിലാണ്. സെക്കൻഡ് റോയില് ഫസ്റ്റ് കോളത്തിലായിരിക്കണേ. അപ്പൊ സെക്കൻഡ് റോയില് ഫസ്റ്റ് കോളത്തിലിരിക്കുന്നത് ആരാ? 5 ആണ്. അപ്പൊ അതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ശരിയാണല്ലോ. അങ്ങനെ ഞാനത് എന്ത് ചെയ്തു? ക്രിയേറ്റ് എഴുതി. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്നുള്ള രീതിയിൽ എഴുതി വെച്ചു. ഇത് കിട്ടിയില്ലോ, മനസ്സിലായില്ലേ? ഇതും ഈക്വൽ ആണ്, ഇതും ഈക്വലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതവിടെ സോൾവ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങളുടെ ഹെൽപ്പ്. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, 1 - 1 ഇതിനെ 0 ആക്കണം.
1 അറിയാം, -1 തന്നിട്ടുണ്ട്. എങ്ങനെ ഇത് 0 ആക്കും? ഏത് ഓപ്പറേഷൻ ചെയ്യണം? മൈനസ് ചെയ്യാൻ പറ്റുമോ? മൈനസ് ചെയ്താൽ മതിയാ. മൈനസ് ചെയ്താൽ എന്താ വരിക? 1 മൈനസ് -1 ഈക്വൽ ടു എന്തേ കിട്ടുള്ളൂ? 2. അപ്പൊ ഇത് തെറ്റാണ്, നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു. അപ്പൊ 1ഉം -1ഉം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താലേ ആവുള്ളൂ 0 ആവുള്ളൂ? പ്ലസ് ചെയ്താലേ 0 ആവുള്ളൂ. അതേപോലെ സെയിം ടേംസ് മൈനസും പ്ലസും വന്നേക്കാണ്. എയും -a തന്നിട്ടുണ്ട്. അത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുള്ളൂ? ആ ഒരു ടേമേ പോവും, എ പോവും. എ അല്ലെങ്കിൽ സി ഏതെങ്കിലും ഒന്ന് കളഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എ അങ്ങോട്ട് കളഞ്ഞാൽ പോരെ, എ പോണം. അപ്പോ എ കളയാൻ വേണ്ടിയിട്ട് a പ്ലസ് മൈനസ് a ചെയ്തു, പ്ലസ് ചെയ്തു. ഇനി ഇവിടെ -2c ആണ്, ഇവിടെ 3c ആണ്. അത് പ്ലസ് ചെയ്യാനല്ലേ പറഞ്ഞേക്കണേ. അങ്ങനെ പ്ലസ് ചെയ്യുന്നു. കണ്ടോ? ശരിയായോ? കിട്ടിയോ? അത് കഴിഞ്ഞിട്ട് 2 + 5 ഉണ്ട്, ഒരെണ്ണം കൂടെ ഉള്ളൂ. അത് 2 + 5, അത് എത്രയാ? 7 ആണ്. അത് എഴുതി. അപ്പൊ c ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടി എനിക്ക്? 7. പക്ഷെ എനിക്ക് എയും കൂടിയും കിട്ടണമായിരുന്നു. എ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 2 ഇക്വേഷൻ ആണ് ശരിക്കും പറഞ്ഞത് തന്നിട്ടുള്ളത്. ഒന്ന് ഇത് ലീനിയർ ഇക്വേഷൻ ആണ്, ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. അപ്പോൾ ആ 2 ലീനിയർ ഇക്വേഷൻസും നമുക്ക് സോൾവ് ചെയ്ത സമയത്താണ് c ഈക്വൽ ടു 7 കിട്ടിയത്. നിങ്ങൾക്ക് 2 ഇക്വേഷൻ ആവശ്യമില്ല, ഒറ്റ ഇക്വേഷനേ ആവശ്യമുള്ളൂ. ആ ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാണ്? ആ ഒരു ഇക്വേഷൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. അത് കഴിഞ്ഞിട്ട് a ഈക്വൽ ടു പറഞ്ഞിട്ട് എഴുതാൻ പോവാണ്. a ഈക്വൽ ടു ഈ 2, കാരണം എനിക്ക് a വേണ്ടത്. അപ്പൊ a ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് a പെട്ടെന്ന് കിട്ടില്ലേ? ഇതിൽ 2 -2c ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ +2c ആയിട്ട് മാറും. അപ്പൊ a ഈക്വൽ ടു c എനിക്കറിയാം 7 ആണ്. അപ്പൊ 2 + 2 × 7, 2 + 2 × 7, 2 + 2 × 7 എന്താ? 14. 2 + 14 ഈക്വൽ ടു 16. ഓക്കെ, ഇനി ഇതിലെ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിലെ നോക്കുമ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് ആദ്യം പറഞ്ഞുതരാം. ഇനി ഇത് നമ്മൾ ചെയ്തു, ഇത് നമ്മൾ ചെയ്തു, ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇനി ബാക്കി വരുന്നത് b-2d ആണ്. b-2d ഉണ്ട്, ഇവിടെയും -b3d ഉണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ എലമെന്റ് തന്നെയാണ് 9നോട് ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? ഇത് എന്തിനോട് ഈക്വൽ ആയി കിട്ടി? 6നോടും ഈക്വൽ ആയിട്ട് കിട്ടും. ഇനി ഇത് സോൾവ് ചെയ്യുന്നത് ഇതേ രീതിയിൽ തന്നെ. നമ്മൾ ബി അല്ലെങ്കിൽ ഡി അധികം കളയണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ബി കളയാൻ പറ്റും, കാരണം ഇത് ബി ആണ്, ഇത് -b ആണ്. എന്ത് ചെയ്താൽ മതി? പ്ലസ് ഇത് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ 0b കിട്ടും. ശരിയല്ലേ? 0b കിട്ടും. അപ്പൊ ആ രീതിയിൽ നമ്മൾ 0 കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇത് പ്ലസ് അല്ലേ ചെയ്യണേ? അപ്പൊ -2d 3d വരും അല്ലെ? പിന്നെ കയ്യിൽ ഇത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 3 മിഠായി ഉണ്ട്, ഇവിടുന്ന് 2 മിഠായി കുറയ്ക്കാൻ പറഞ്ഞേക്കണു. 3 മിഠായി നിന്ന് 2 മിഠായി കുറച്ചാൽ ആൻസർ എന്താ? 1 മിഠായി അല്ലെ? അപ്പൊ ഇവിടെ ഡി കിട്ടും. d ഈക്വൽ ടു 15. ലെഫ്റ്റ് സൈഡ് 9 + 6 വന്ന കാരണം 15 കിട്ടും. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ആരെയും അറിയണ്ടായിരുന്നില്ല, ബി അറിയില്ല. അപ്പൊ ബി വരുന്നത് -b എടുക്കാതെ ഞാൻ ആദ്യത്തെ ഇക്വേഷൻ അങ്ങോട്ട് എടുത്ത് എഴുതി, എന്നിട്ട് ബി ഈക്വൽ ടു എന്നുള്ള രീതിയിലേക്ക് മാറ്റും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഈ 2d എനിക്ക് ആവശ്യമില്ല. റൈറ്റ് സൈഡിൽ 9 ഉണ്ട്, 2d അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് പ്ലസ് ആവും, പ്ലസ് ആയിട്ട് മാറും, 2d ആവും. ഇനി ഡിയുടെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡിയുടെ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ 9 + 30, കാരണം 2 × 15 എന്താണ്? 30. അപ്പോൾ 30 + 9 39 എന്ന് കിട്ടും. ഇതൊക്കെ സെയിം നമ്മൾ ജസ്റ്റ് പ്രോബ്ലം തന്നെയാണ് ചെയ്ത് നോക്കുക കേട്ടാ. ഇത് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് തരാം. ഇതിൽ ഇതെങ്ങനെ ചെയ്ത് എന്നുള്ളത് പറയാം, പിന്നെ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഷോർട്ടൊക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഹോംവർക്കാണ്, ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക കേട്ടോ. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ്. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ സ്റ്റെപ്പ് വേണമെങ്കിൽ കാണിച്ചു തരാം. എക്സിന്റെ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കുക. എക്സിന്റെ വാല്യൂ 1 ആണ് കിട്ടുന്നത് കേട്ടോ. എക്സിന്റെ വാല്യൂ 1 ആ കിട്ടുക. ചെയ്ത് നോക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെയ്ക്കും.